പത്രോസ് യേശുവപ്പച്ചനെ തള്ളിപ്പറഞ്ഞ് ഉടനെ കോഴി കൂവി. ഓർമ്മയുണ്ടോ? അത് വെറും ഒരു പക്ഷിയുടെ ശബ്ദമായിരുന്നില്ല. അത് പത്രോസിന്റെ മനസാക്ഷിയെ തട്ടിയുണർത്തിയ ദൈവം വെച്ച ഒരു അലാമായിരുന്നു. ആ ശബ്ദം കേട്ടപ്പോൾ തനിക്ക് തെറ്റുപറ്റി എന്ന് പത്രോസ് തിരിച്ചറിഞ്ഞു. അദ്ദേഹം ഓടിപ്പോയി പൊട്ടിക്കരഞ്ഞു. യൂദാസും പത്രോസും യേശുവപ്പച്ചനെ ഒരുപോലെ വേദനിപ്പിച്ചവരാണ്. പക്ഷേ രണ്ടുപേരുടെയും മടങ്ങിപ്പോക്ക് വ്യത്യസ്തമായിരുന്നു. യൂദാസിന് തെറ്റുപറ്റിയപ്പോൾ അദ്ദേഹം നിരാശയിലേക്ക്, ഡിപ്രഷനിലേക്ക് പോയി ജീവിതം അവസാനിപ്പിച്ചു. എന്നാൽ പത്രോസ് തൻ്റെ തെറ്റ് ഏറ്റുപറഞ്ഞ് കർത്താവിലേക്ക് മടങ്ങി വന്നു. നമ്മുടെ ജീവിതത്തിലും ഒരുപാട് വീഴ്ചകളും പരാജയങ്ങളും ഉണ്ടാകാം. ചിലപ്പോൾ നമ്മൾ ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ട് വരെ ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മുടെ മനസാക്ഷി നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ, ആ കോഴിക്കൂവൽ കേൾക്കുമ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? യൂദാസിനെ പോലെ നിരാശപ്പെടാനല്ല, പത്രോസിനെ പോലെ മാനസാന്തരപ്പെട്ട് യേശുവപ്പച്ചൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ മടങ്ങി വന്നാൽ ദൈവം നമ്മളെ പഴയതിനേക്കാൾ ശക്തമായി ഉപയോഗിക്കും എന്ന തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിജയം.